ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ആക്ച്വലി കുറച്ച് നാൾ മുന്നേ ഹിഞ്ച് എന്ന് പറഞ്ഞിട്ട് ഡേറ്റിംഗ് ആപ്പ് ഉണ്ട്. എനിക്കിത് പറയാനായിട്ട് യാതൊരു മടിയില്ല കേട്ടോ. എൻ്റെ അമ്മയ്ക്കും പപ്പയ്ക്കൊക്കെ അറിയാം. സോ നാട്ടുകാർ അതും പറഞ്ഞുകൊണ്ട് ചൊറിഞ്ഞുകൊണ്ട് വരരുത്. എൻ്റെ വീട്ടുകാർക്കില്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് വേണ്ട. ഓക്കെ, എല്ലാം ഡിസ്ക്ലൈമർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, മുൻകൂർ ജാമ്യം പോലെ പറയുന്ന. സോ അപ്പോൾ അതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് എനിക്ക് എന്താണ്, ഞാൻ ഇതിന് മുന്നേ ഡേറ്റിംഗ് ആപ്പ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഐ ജസ്റ്റ് വാണ്ടഡ് ടു നോ എന്താണ് സംഭവം, ഇത് എങ്ങനെയാണ് ആൾക്കാർ ഇങ്ങനെ പ്രൊസീജിയർ. സോ ഞാൻ ആക്ച്വലി ഫേക്ക് അക്കൗണ്ടാണ് എടുത്തത്. ഓക്കെ, എനിവേ ഞാൻ ഹിഞ്ച് എടുക്കുന്ന സമയത്ത് പ്രോംപ്റ്റിൻ്റെ അകത്ത് മിക്ക പയ്യന്മാരും, എഗെയിൻ ജനറലൈസ് ചെയ്ത് പറഞ്ഞതല്ല, പക്ഷെ ഞാൻ എടുക്കുന്ന സമയത്ത് മിക്ക പ്രൊഫൈലിൻ്റെ താഴെ ഫോർ എക്സാമ്പിൾ പ്രോംപ്റ്റ് എന്ന് പറയുന്നത് സൺഡേസിൽ എന്താണ് ചെയ്യുന്നത് എന്നാണെങ്കിൽ usually I go out for a movie and Netflix and chill, that's it. മിക്ക പ്രോംപ്റ്റിലും ആമ്പിള്ളേർ ഭയങ്കര സെക്സി ആക്കി അങ്ങോട്ട് മെഴുകുക. അത് ഭയങ്കരമായിട്ട് ആ ഒരു ഒച്ചയാ. ഒരു കൊളീഗ് എന്നോട് വർക്ക് ചെയ്തൊരു പയ്യനാ, അവനിതുപോലെ എന്തോ ഒരു ദിവസം രാത്രി 12:30 എന്തോ ഒരു വോയിസ് നോട്ട് ഇട്ടു. അവൻ്റെ അടുത്ത് യൂഷ്വലി സാധാരണ സംസാരിക്കുമ്പോൾ അന്ന എന്തൊക്കെയുണ്ട് സുഖമല്ലേ അങ്ങനെയാ. ഇവൻ്റെ ഈ വോയിസ് നോട്ട് തുറന്ന് അന്ന ഹലോ എന്തൊക്കെയുണ്ട്, യാ ഞാൻ കൊച്ചിയിലുണ്ട്, യാ ഇങ്ങനെയാ. അപ്പോൾ ഐ വാസ് ലൈക്ക് ഇതെന്ത് തേങ്ങ ഇതുപോലെ ഇല്ല. ഞാൻ പക്ഷെ അത് കേട്ടിട്ട് പിന്നെ ആമ്പിള്ളേർക്ക് യൂഷ്വലി രാവിലെ എണീക്കുമ്പോൾ എന്തോ ഡീപ് വോയിസ് ഉണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് ഫൈൻ. പക്ഷെ ചില ആമ്പിള്ളേർ ഇതുപോലെ അങ്ങോട്ട് എന്താ പറയാ ഹോട്ടാക്കാൻ വേണ്ടി അങ്ങോട്ട് ഇത് ചെയ്യണ സംഭവം. അപ്പൊ അത് കാരണമാണ് ഞാൻ ആ റീല് ചെയ്തത്. ശരിക്കും പറഞ്ഞു പെമ്പിള്ളേർക്ക് ഇല്ലെന്നല്ല, പെമ്പിള്ളേർക്കുണ്ട്. ഞാൻ പെമ്പിള്ളേരുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആരും വന്നിട്ട് പൊങ്കാലിടരുത്.